Hello friends, welcome to this new session on professional business skills. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റിട്ടൺ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് സംസാരിച്ചത്. ആൻഡ് ഓഫ് ദ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ as of now, nothing is as supreme or as important as the email. Okay, and email ഒരു എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. Even anybody who's watching these tutorials, you know what an email is. അല്ലെങ്കിൽ there's no way you can get in if you don't have an email. നിങ്ങൾക്ക് യൂട്യൂബ് ആക്സസ് ചെയ്യാനായിട്ടുള്ള വഴി ബുദ്ധിമുട്ടാണ്. ഓക്കെ, there are certain difficulties. ഇത് നിങ്ങൾ ഫേസ്ബുക്ക് വഴിയാണെങ്കിലും ട്വിറ്റർ വഴിയാണെങ്കിലും ഏത് പ്ലാറ്റ്ഫോം വഴിയാണ് വ്യൂ ചെയ്യുകയാണെങ്കിലും യു ഹാവ് ടു ഹാവ് എൻ ഇമെയിൽ ഐ ഡി. അപ്പോൾ ഇമെയിൽ ഐ ഡി എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ആവശ്യമില്ല. ബട്ട് വിൽ ജസ്റ്റ് ബ്രീഫ്ലി ഗോ ത്രൂ ദി സ്ലൈറ്റ് ഹിസ്റ്ററി ആൻഡ് വാട്ട് ഇമെയിൽ ഇസ്. ഓക്കെ, ഇമെയിലിൻ്റെ വേറൊരു പേര് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ഫുൾ നെയിം എന്ന് പറയുന്നത് ഇലക്ട്രോണിക് മെയിലാണ്. നൗ ഇറ്റ്സ് ക്രിയേറ്റർ എന്ന് പറയപ്പെടുന്നത് ആഫ്റ്റർ എ ലോട്ട് ഓഫ് സെർച്ച്, അതിൻ്റെ ഒരു മെയിൻ ക്രെഡിറ്റ് പോകുന്നത് റേ ടോമിൽസൺ എന്നാണ്. ഹീ ഈസ് വൺ ഓഫ് ദി പയനിയേഴ്സ്. ഓക്കെ, കുറേ ആൾക്കാരുണ്ടായിരുന്നു. വൺ ഓഫ് ദി പയനിയേഴ്സ് ബിഹൈൻഡ് വൈൽ ഹി വാസ് വർക്കിംഗ് ഇൻ ദി ARPANET പ്രോഗ്രാം. ഇറ്റ് ഈസ് ദി പ്രീകേഴ്സർ, വേണമെങ്കിൽ നമുക്കറിയാം, മുന്നോടിയായിട്ട് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞൊരു സംഭവത്തിനോട് മുന്നോടിയായിട്ട് വന്നിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ആണ് ARPANET. ഓക്കെ, സോ ദ ഫസ്റ്റ് വെബ് ക്ലയൻറ്റ് ക്രിയേറ്റ് ചെയ്തത്, ഒരു വെബ് ഐ ഡി പോലെ ഒരു മെയിൽ ക്ലയൻറ്റ് ക്രിയേറ്റ് ചെയ്തത് ഫിലിപ്പ് ഹലം എന്ന് പറഞ്ഞത് അറ്റ് CERN ഇൻ 1994. ഓക്കെ, നൗ ഹോട്ട്മെയിൽ നമുക്കറിയാം, ഏറ്റവും അധികം അറിയാവുന്നൊരു സംഭവം എന്താണ് ഹോട്ട്മെയിൽ, അല്ലെങ്കിൽ ഏറ്റവും നമ്മുടെ ഫസ്റ്റിലൊക്കെ മനസ്സിൽ ഏറ്റവും അധികം കടന്നുകൂടിയൊരു ഇമെയിൽ ഐ ഡി എന്ന് പറയുന്നത് ഹോട്ട്മെയിലാണ്. ദാറ്റ് സ്റ്റാർട്ടഡ് ഇൻ 1996. Now most popular ones, Gmail, Outlook, Yahoo, Hotmail, Rediff, ഇതൊക്കെയാണ് ഏറ്റവും പോപ്പുലർ. out of which Gmail right now stands as the king of the market. Okay, ഈ എൻറ്റയർ നിങ്ങൾ ഏത് എടുത്താലും, ആൻഡ് വൺ ഓഫ് ദ റീസൺസ് എന്താ പറയുക, ദ ബൂസ്റ്റ് അല്ലെങ്കിൽ ദി വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് ആൻഡ്രോയിഡ് ഫോൺസ്. ഓക്കെ, ദാറ്റ് ഈസ് വൺ ഓഫ് ദ റീസൺസ്. പിന്നെ മാത്രമല്ല, ജിമെയിലിനോട് ചേർന്ന് വരുന്ന ഒരുപാട് ഫീച്ചേഴ്സ്, ഫ്രീ ഓപ്പൺ സോഴ്സ് ഫീച്ചേഴ്സ് ഉണ്ട്, വിച്ച് ഫ്രീ ഉണ്ട്, അതിൻ്റെ പെയ്ഡ് വേർഷൻസ് ഉണ്ട്, which provides a great deal of support for every kind of organization, be it educational, be it business oriented, എന്ത് തന്നെയായാലും. ഓക്കെ, ഒരുപാട് സപ്പോർട്ടുകൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ജിമെയിൽ ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് പ്രിഫേർഡ് മെയിൽ ഐ ഡീസ്. ആൻഡ് ഓൾസോ അവരുടെ സെർച്ച് എൻജിൻ, അല്ലെങ്കിൽ അവരുടെ സെർച്ച് എൻജിൻ ഡസ് എ മച്ച് മോർ ബെറ്റർ ജോബ് ഇൻ ടേംസ് ഓഫ് ഫൈൻഡിങ് ഔട്ട് റിസൾട്ട്സ്. ഓക്കെ, സോ ദിസ് ഇസ് എ സ്മോൾ ഔട്ട്ലേ ഓഫ് വാട്ട് എൻ ഇമെയിൽ ഇസ്. Now let's look at the advantages. First advantage എന്ന് പറയുന്നത് ഫാസ്റ്റ് ക്ലയൻറ്റ് കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾക്കറിയാം, anybody who's used an email understands one of the biggest benefit is that customers ആയിട്ടായാലും interpersonal ആയിട്ടായാലും you can send your message as soon as possible. Any other form of written communication, be it എന്താ പറയുക ടെലിഗ്രാംസ് അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള പോസ്റ്റ് ആണെങ്കിൽ പോലും, it takes a lot of time. Okay, ഈവൻ ഒരു ലെറ്റർ സ്പീഡ് പോസ്റ്റ് ചെയ്താലും കൊറിയർ ചെയ്താലും, വാട്ട് എവർ മീൻസ് യു ഡു ഇറ്റ് ടേക്സ് ടൈം. ഓക്കെ, ദിസ് വൺ വിത്തിൻ എ മാറ്റർ ഓഫ് സെക്കൻഡ്സ് ദി അതർ പേഴ്സൺ, റിഗാർഡ്ലെസ് ഓഫ് ദി ഡിസ്റ്റൻസ്. ആളിപ്പോൾ അമേരിക്കയിലാണെങ്കിൽ പോലും വിത്തിൻ എ മാറ്റർ ഓഫ് സെക്കൻഡ്സ് ഈ പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആളുടെ ഫിംഗർ ടിപ്സിലെത്തും. ദെൻ സെക്കൻഡ് വൺ, അവൈലബിലിറ്റി ആൻഡ് പോർട്ടബിലിറ്റി. നൗ ഇമെയിലിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഒരു ഇമെയിൽ ഐ ഡി ആക്സസ് ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ആക്സസ് ചെയ്യണമെങ്കിൽ യൂസർ ഐ ഡി പാസ്വേഡ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആക്സസ് ഇറ്റ് ഫ്രം എനിവെയർ. ഓൺലി കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, നെറ്റ് ആക്സസ് ഉണ്ടാവണം. ഓക്കെ, ഇൻ്റർനെറ്റ് അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ എവിടെ നിന്ന് വേണമെങ്കിലും യു ക്യാൻ ആക്സസ് യുവർ ഇമെയിൽ ഐ ഡീസ്, ഡു യുവർ തിങ്സ്. ഓക്കെ, ദെൻ റെഡ്യൂസസ് ഷിപ്പിംഗ് ആൻഡ് മെയിലിംഗ് കോസ്റ്റ്. ഇമാജിൻ ഇഫ് നമ്മൾ പഴയ രീതി തന്നെയാണ് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോട്ട്സ് ഓഫ് ഡോക്യുമെൻറ്റ്സ് അയക്കുന്നൊരു എൻറ്റിറ്റിയാണ് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ബിൽസും കാഷും ചെക്കും ഇതൊക്കെ നമ്മൾ അയക്കുന്നുണ്ടെങ്കിൽ, ഇമാജിൻ ദ amount of money you have to spend on the courier or ഈ പറഞ്ഞിട്ടുള്ള പാർസൽ സർവീസസിന് എന്തോരം പൈസ നമ്മൾ കൊടുക്കേണ്ടി വരുന്നു. ദാറ്റ് ഈസ് അനദർ പ്രോബ്ലം. ഓക്കെ, സോ ഈ പറഞ്ഞിട്ടുള്ള പ്രോബ്ലം ഒരു വലിയ പരിധി വരെ, ഒരു എന്താ പറയുക, ഒരു ഹ്യൂജ് എമൗണ്ട് രീതിയിൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നു. ബിക്കോസ് ഇപ്പോൾ നമുക്ക് ഇമേജസ്, ഇപ്പോൾ ഒരു ഫോട്ടോ അയക്കണമെങ്കിൽ, ഫോട്ടോ ആയാലും ഇപ്പോൾ ഒരു പരിധി വരെ വീഡിയോ ക്ലിപ്സ് ആയാലും എന്ത് തന്നെയാണെങ്കിലും, ഇഫ് യു വോണ്ട് ടു സെൻഡ് തിങ്സ് ഔട്ട്, യു ക്യാൻ സെൻഡ് ഇറ്റ് ത്രൂ ആൻ ഇമെയിൽ. ഇപ്പോൾ ഓരോ തവണ കഴിയുന്തോറും ഇമെയിലിലൂടെ അയക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയുടെ അല്ലെങ്കിൽ സൈസിൻ്റെ ഇത് കൂടി വരികയാണ്, ഫെസിലിറ്റീസ് കൂടി വരികയാണ്. സോ ഒരു ഗ്രേറ്റ് ഡീൽ ഓഫ് ഷിപ്പിംഗ് കോസ്റ്റ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഒന്ന്, വീക്ക്നെസ് ടു ലോസ്.
നൗ ഡേറ്റ ലോസ് ഉണ്ടാവാനായിട്ടുള്ളൊരു സാധ്യത ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. റിഗാർഡ്ലെസ് ഹൗ കൺവീനിയൻറ്റ് ഇറ്റ് ഈസ്, ഡേറ്റ ഈസ് ആക്ച്വലി അത് സ്റ്റോർഡ് ഇൻ ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് ആണ്. ഓക്കെ, ഈ ലൊക്കേഷൻസ് നിങ്ങൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും ഇറ്റ് ഇസ് സിൻസ് ഇറ്റ്സ് ബീങ് സ്റ്റോർഡ് ഇൻ ഡിഫറെൻറ്റ് ലൊക്കേഷൻസ്, ആ ലൊക്കേഷൻസിൽ ഉണ്ടാവുന്ന ഫിസിക്കൽ ഡാമേജ് അല്ലെങ്കിൽ ഇഫ് അനദർ പേഴ്സൺ എന്താ പറയുക comes across the user ID password, it is prone to hacking and all different kinds of issues are available. ഈ n number of issuesൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം മതി നമ്മുടെ കയ്യിലുള്ള ഡേറ്റ നശിക്കാനായിട്ട്. സോ പ്രീവിയസ് റെക്കോർഡ്സ് ഒക്കെ നശിച്ചു പോകാനായിട്ട് അത് മതി. ദെൻ നെക്സ്റ്റ് വൺ, accessible to others. Now problem is that technology has improved so much, കുറേ അധികം ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്. ദാറ്റ് ഇതേ ഇമ്പ്രൂവ്മെൻറ്റ്സ് തന്നെ നമ്മുടെ സെക്യൂരിറ്റീനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, യുവ് ഗോട്ട് കുക്കീസ് ദാറ്റ് ആർ എംബെഡഡ് ഇൻ യുവർ ബ്രൗസേഴ്സ് ദാറ്റ് ആർ ട്രാക്കിംഗ് യുവർ എവറി കീ സ്ട്രോക്സ്, ഓക്കെ, യുവർ ബിഹേവിയേഴ്സ്, ഇതെല്ലാം തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നൗ വാട്ട് ഈസ് ടു സേ ദാറ്റ് സർട്ടൺ മലീഷ്യസ് കുക്കീസ് അല്ലെങ്കിൽ മലീഷ്യസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഈ പറഞ്ഞിട്ടുള്ള എംബെഡിങ് ഇതിൽ വരുന്നുണ്ടെന്ന്? ഓക്കെ, പറയാൻ പറ്റില്ല. നത്തിങ് ഇസ് റിട്ടൺ എന്ന് പറയുക ഇൻ സ്റ്റോൺ. ഇത് ഡെഫിനറ്റായിട്ട് ഇത് നടക്കില്ല എന്ന് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല. ദീസ് ആർ പോസിബിലിറ്റീസ്. അതുവഴി ഈ പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ യൂസർ ID പാസ്വേഡ് കിട്ടുകയാണെങ്കിൽ എനിബഡി ക്യാൻ ആക്സസ് ദം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഡിഫിക്കൽട്ടി ടു ഇൻ്റർപ്രറ്റ് ഇമോഷൻസ്. ലൈക്ക് ഓൾ ദിസ് ഇസ് എന്താ പറയുക, ദിസ് ഇസ് അപ്പാരൻറ്റ് വിത്ത് ഓൾ ഫോംസ് ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻസ്. നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഇമോഷൻസ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് ഇഫ് പീപ്പിൾ ആർ സെയിങ് ദാറ്റ് ഇമോജീസ് അല്ലെങ്കിൽ ആ പറഞ്ഞിട്ടുള്ള ഇമോഷൻ ഐക്കൺസ് അത് ഹെൽപ്സ് യു ടു ഡിസ്ക്രൈബ് ഇമോഷൻസ്, ഐ എം സോറി ദാറ്റ് ഐ എം ഷുവർ എനിബഡി വിത്ത് സെൻസ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇമോജീസ് ഡോണ്ട് ഡു യു ഫേവേഴ്സ്. വെൻ യു ആർ ആംഗ്രി, നിങ്ങൾ ആംഗ്രി ഇമോജി എത്ര ഇട്ടാലും ഇറ്റ് വോണ്ട് റെപ്രസെൻറ്റ് ഹൗ ആംഗ്രി യു ആർ. ഓക്കെ, ഫണ്ണിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇമോജീസ്, ബട്ട് ടു റെപ്രസെൻറ്റ് ദാറ്റ് യു ആർ സാഡ്, യു ആർ ആംഗ്രി, it just does not do it. Okay, അതുകൊണ്ട് തന്നെ നമുക്ക് ഇമോഷൻസ് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ത്രൂ ഇമെയിൽ. ദാറ്റ് ഈസ് അപ്പാരൻറ്റ് വിത്ത് ഓൾ ഫോംസ് ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, നോട്ട് ജസ്റ്റ് ഇമെയിൽ. ഓക്കെ, ഇമെയിൽ ഇസ് എ ഫോം ഓഫ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് തന്നെ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ്റെ ഉള്ള ഫ്ലോ ഇതിനും ഉണ്ട്. ഓക്കെ, so next we'll move on to the significance of email in a business. Now email ബിസിനസ്സിൽ എന്താണ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്? ഫസ്റ്റ് വൺ, ഇറ്റ്സ് ഈസി ആൻഡ് ഫാസ്റ്റ്. നമുക്ക് എളുപ്പത്തിന് യൂസ് ചെയ്യാം, മെസ്സേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്വിക്ക്ലി ട്രാൻസ്മിറ്റ് ചെയ്യാം. സെക്കൻഡ് വൺ, ഈസി റിട്രീവൽ. നൗ അൺലൈക്ക് ഓൾ ദി റെക്കോർഡ്സ് പ്രീവിയസ് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, നമ്മൾ അയക്കുന്ന ഓരോ ലെറ്ററിൻ്റെ ഒരു കോപ്പി, നമ്മൾ ഒഫീഷ്യൽ അയക്കുന്ന ലെറ്ററിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് നമ്മൾ ബാക്ക് ഫയൽ ചെയ്യണം. ഇതൊന്നും ചെയ്യണ്ട. നമുക്കറിയാം യു സെൻഡ് എ ഡേറ്റ്, നിങ്ങൾക്കൊരു യൂസർ നെയിം അല്ലെങ്കിൽ യൂസർ നെയിം അല്ല, ഒരു ഇഫ് യു ഹാവ് ദി സെൻഡേഴ്സ് നെയിം ഓർ ഇമെയിൽ ID, you can actually retrieve files. Okay, retrieve that email ID. വേണമെങ്കിൽ ഡേറ്റ് വെച്ച് നിങ്ങൾക്ക് ഇമെയിൽ ID സെർച്ച് ചെയ്തെടുക്കാം. സോ ദീസ് ആർ തിങ്സ് ദാറ്റ് മേക്ക് യുവർ ജോബ് എ ഹെൽ ലോട്ട് ഈസിയർ. ദെൻ നെക്സ്റ്റ് വൺ, ഇക്കണോമിക്കൽ. ഒരു ഇമെയിൽ ID സെറ്റപ്പ് ചെയ്യാനായിട്ട് 10 പൈസ കൊടുക്കേണ്ട പരിപാടിയില്ല, റൈറ്റ്? ഒരു Gmail അക്കൗണ്ട് യു ക്യാൻ ക്രിയേറ്റ് ഫോർ ഫ്രീ, ഒരു Yahoo അക്കൗണ്ട് യു ക്യാൻ ക്രിയേറ്റ് ഫോർ ഫ്രീ, എനിത്തിങ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഇസ് മാർക്കറ്റിംഗ്. ഈ മാർക്കറ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമില്ല, കമ്പനികൾക്ക് അവരുടെ ഇൻഫർമേഷൻ വൈഡായിട്ട് ഒറ്റയടിക്ക് ചീപ്പായിട്ട് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എത്തിക്കാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടൂളാണ് ഇമെയിൽ. ഓക്കെ, കുറേ നമുക്കാണെങ്കിലും പേഴ്സണലി കിട്ടാറുണ്ട്. ഇഫ് യു ആർ എന്താ പറയുക, ഏതെങ്കിലും സ്റ്റോറിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോറിൽ നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓഫേഴ്സ്, കൂപ്പൺസ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് അനൗൺസ്മെൻറ്റ്സ്, ഇപ്പോൾ നിങ്ങൾ ഈ കോവിഡ് കാരണം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ചിലപ്പോൾ നിങ്ങൾ ഇമെയിൽ IDയിലേക്ക് കുറേ ബാങ്കുകളുടെ മെസ്സേജ് വന്നിട്ടുണ്ടാവും. സ്റ്റോറുകൾ, ഈ പറഞ്ഞിട്ടുള്ള കല്യാൺ, പുളിമുട്ടിൽ അങ്ങനത്തെ സ്റ്റോറുകളുണ്ടാവും, അവർ SMS അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഇമെയിൽ വഴി അയക്കുന്നുണ്ടാവും. ഓക്കെ, ദീസ് സർട്ടൺ ഇൻഫർമേഷൻസ് മാസ്സായിട്ട് നമുക്ക് അയക്കാൻ പറ്റും. ദെൻ പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. ഇവിടെ പ്രൈവസിയും കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഒരു വലിയ പരിധി വരെ നിങ്ങളുടെ ഡേറ്റ സെക്യൂർഡ് ആണ്. ഓക്കെ, unlike having a hard copy and filing it somewhere in your office which can be accessed by people if they have a key, it's comparatively safer in an email. കാരണം ഇമെയിലിൽ പെട്ടെന്ന് നിങ്ങളുടെ യൂസർ ID unless and until you are careless, നിങ്ങളുടെ യൂസർ IDയും പാസ്വേഡും ഒരാൾക്ക് കിട്ടില്ല. ഓക്കെ, then the next one is security. ഒരുപാട് പ്രോട്ടോകോൾസും, ഇപ്പോൾ ഈ Gmail പോലത്തെ ഇതാണെങ്കിൽ പോലും ഈവൻ ദോ ഇറ്റ് ഇസ് ഫ്രീ, ഒരുപാട് പ്രോട്ടോകോൾസും ഒരുപാട് സ്റ്റെപ്സും ഒരുപാട് സെക്യൂരിറ്റി മെഷേഴ്സും ഉണ്ട്.
ഓക്കെ, ഈവൻ നിങ്ങളുടെ സിമ്പിൾ ബേസിക് ആൻഡ്രോയിഡ് ഫോൺ എടുത്താൽ പോലും ആ ആൻഡ്രോയിഡ് ഫോൺ എന്ന് പറയുന്നത് അതിലേക്ക് കടക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഈസിലി ഹാക്കബിൾ. ഓക്കെ, അൺലെസ് ആൻഡ് സർട്ടൻ അതർ തിങ്സ് ക്യാൻ ബി ഡൺ. ദെൻ ദ നെക്സ്റ്റ് വൺ ഇസ് ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ. നൗ എന്താ പറയുക, ഒരു ഓർഗനൈസേഷനകത്ത് റെക്കോർഡിക്കലായിട്ട് ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻസ് വെക്കാനായിട്ട് ഇമെയിൽ ഇസ് എ റിയലി ഗുഡ് വേ ഓഫ് ഡൂയിങ്. അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഓരോന്നിനും ചെറിയ മെമ്മോസ് അല്ലെങ്കിൽ ചെറിയ സ്ലിപ്സ് എടുത്തിട്ട് പ്യൂൺ വഴി അപ്പുറത്തേക്ക് കൊടുക്കുക ഇപ്പുറത്തേക്ക് കൊടുക്കുക, അതൊരു മെനക്കെട്ട പരിപാടിയാണ്. ഓക്കെ, സോ ഇമെയിൽ ID ഈസ് എ റിയലി ഗുഡ് തിങ്. നമ്മുടെ സുപ്പീരിയേഴ്സിനെ ട്രാക്ക് ചെയ്യാനും അവർ കൊടുത്ത എന്താ പറയുക, ഒരു സബോർഡിനേറ്റിന് ഒരു എൻക്വയറി ഉണ്ടെങ്കിൽ അത് കൊടുക്കാനും അതൊരു ഫോർമൽ മീൻസ് ആണ്. ഓക്കെ, ദർ ഇസ് എ റെക്കോർഡ് ഫോർ എവറിഥിങ് ആൻഡ് ദാറ്റ് ഹെൽപ്സ് ഇൻ അക്കൗണ്ടബിലിറ്റി. ഓക്കെ, then the next one is work groups. ഓക്കെ, ഈ വർക്ക് ഗ്രൂപ്പ്സിൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ക്ലാസ്സുകൾ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് മെയിൽസ് നിങ്ങൾക്ക് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഈ പറഞ്ഞിട്ടുള്ള യു ക്യാൻ ഓർഗനൈസ് ദീസ് തിങ്സ് ഇൻ ടു ഡിഫറെൻറ്റ് സെറ്റ്സ് ഓഫ് കോൺടാക്ട്സ്. ഓക്കെ, അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് എന്താ പറയുക, യു ഗോട്ട് സെവറൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇൻ ദി ഓർഗനൈസേഷൻ. ഫോർ എക്സാമ്പിൾ ഒരു ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, അങ്ങനെ പല ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഇമാജിൻ ദി ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഡിഡ് എ റിയലി ഗുഡ് ജോബ്. ഓക്കെ, അപ്പോൾ അവർക്കൊരു കൺഗ്രാജുലേഷൻസ് മെയിൽ എന്ന് വെച്ചിട്ട് ഓരോന്നും നമ്മൾ തപ്പിപ്പിടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഫിനാൻസിൻ്റെ ആ ഗ്രൂപ്പ് ഇമെയിലിൽ നമുക്ക് ആ ഗ്രൂപ്പ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഗ്രൂപ്പിലേക്ക് ഒറ്റയടിക്ക് നമുക്ക് മെയിലുകൾ ഫോർവേഡ് ചെയ്യാം. ഓൺ ദി അതർ ഹാൻഡ് മാർക്കറ്റിംഗ് ഗ്രൂപ്പ്സ് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഡിഡ് നോട്ട് ഡു ദാറ്റ് വെൽ. അപ്പോൾ മാർക്കറ്റിങ്ങിലുള്ള ആൾക്കാരുടെ ഗ്രൂപ്പുകൾ, ഓക്കെ, ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സിന് മാത്രമായിട്ട് നമുക്ക് മെയിൽ അയക്കാമെന്ന് വെച്ചോ, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം വേർ വി ക്യാൻ സെൻഡ് ദ മെയിൽ ഡയറക്ട്ലി ടു ദം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരുപാട് നമുക്ക് വർക്ക് ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് മെയിൽ അയക്കാനായിട്ട് എളുപ്പമാണ്. ഓക്കെ, ദെൻ ഇറ്റ്സ് എൻ ഓൾട്ടർനേറ്റീവ് ടു സ്റ്റോറിങ് ഫിസിക്കൽ ഡോക്യുമെൻറ്റ്സ്. ഫിസിക്കൽ ഡോക്യുമെൻറ്റ്സ് നമുക്ക് സ്റ്റോർ ചെയ്യുന്നതിന് പകരം നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ് ഇമെയിൽ. ഓക്കെ, ഈവൻ ഇപ്പോൾ ഈ പറയണ നിങ്ങൾ ഇപ്പോൾ ഈ പോർഷൻസ് അല്ലെങ്കിൽ ഈ ക്ലാസ്സസ് എടുക്കുന്നത് പ്രൈമറിലി സെക്കൻഡ് ഇയർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. തേർഡ് ഇയറിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് പ്രൊജക്റ്റുകളുണ്ട്. അപ്പോൾ ഈ പ്രൊജക്റ്റുകളൊക്കെ പരമാവധി ചെയ്യുമ്പോൾ നിങ്ങളുടെ കോപ്പീസ് ചെയ്ത സാധനങ്ങളുടെ കോപ്പി ഗൂഗിൾ ഡ്രൈവ്സിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ബാക്കപ്പിലോ അല്ലെങ്കിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ് നിങ്ങളുടെ ഈ ഇമെയിൽ ID യിലേക്ക് സ്വയം ജസ്റ്റ് സെൻഡ് എ മെയിൽ ടു യുവർ സെൽഫ്. അത് അവിടെ വന്ന് കിടക്കും, ഒരു ബാക്കപ്പ് കോപ്പി. ക്ലിയർ? സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഫിസിക്കൽ ഡോക്യുമെൻ്റ് പ്രിൻ്റ് ചെയ്ത് വെക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഉള്ളൊരു സൊല്യൂഷനാണ് ഈ പറഞ്ഞിട്ടുള്ള ഇമെയിൽ IDs. ഓക്കെ, സോ ദീസ് ആർ ദ മേജർ സിഗ്നിഫിക്കൻറ്റ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഒരു ബിസിനസ്സിൽ ഇമെയിലിൻ്റെ മെയിൻ ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ 9 പോയിൻറ്റ്സ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു.